നമസ്കാരം. ഫുക്രയിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രസീൽ സ്കോട്ട്ലൻഡിനെ തകർത്ത് കളഞ്ഞു. 3 ഗോളിന്, എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി നോക്കൗട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. അതാണ്, ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് നോക്കൗട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. മൊറോക്കോ ഒരു ഭീഷണിയാവുമെന്ന് കരുതിയിരുന്നു, പക്ഷേ മൊറോക്കോ ഭീഷണിയായില്ല. പോയിന്റിന് ഒരേ പോയിന്റ് ആയിരുന്നെങ്കിലും അവരുടെ ഗോൾ ശരാശരിയിൽ നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ബ്രസീൽ ഒന്നാമതായി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്, നോക്കൗട്ടിലേക്ക്. അപ്പോൾ ഈ സമയത്ത് ചില റെക്കോർഡുകൾ ബ്രസീലുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ഇതാണ്, എല്ലാ ലോകകപ്പുകളും കളിച്ച ഒരു ടീമാണ് ബ്രസീൽ. എല്ലാ ലോകകപ്പുകൾക്കും യോഗ്യത നേടിയ ഒരേ ഒരു ടീമേ ഉള്ളൂ, അത് ബ്രസീലാണ്. മറ്റൊന്ന്, എല്ലാ ലോകകപ്പുകളിലും ആദ്യ റൗണ്ട് പിന്നിട്ട ഗ്രൂപ്പ് ഘട്ടം പിന്നിട്ട ടീമാണ് ബ്രസീൽ. അതൊരു ചെറിയ കാര്യമല്ല. ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ വീണു പോകുന്ന എത്ര വലിയ ടീമുകളുണ്ട് ഇല്ലേ, എത്ര ശക്തരായ ടീമുകളുണ്ട്. ഇപ്പോൾ നോക്കൂ, ഇറ്റലി കഴിഞ്ഞ ഇതടക്കം 3 ലോകകപ്പ് കളിച്ചിട്ട് തന്നെ ഇല്ല, യോഗ്യത തന്നെ കിട്ടിയിട്ടില്ല. ജർമ്മനി 2014 ചാമ്പ്യന്മാരായതിനു ശേഷം 18, 22 ആദ്യ റൗണ്ട് കടന്നിട്ടില്ല. അപ്പോൾ എല്ലാ ലോകകപ്പുകളിലും ആദ്യ റൗണ്ട് ഗ്രൂപ്പ് ഘട്ടം പിന്നിട്ട ടീമാണ് അവർ. ഇനി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, മറ്റൊരു റെക്കോർഡ് കൂടിയുണ്ട്. 1982 മുതൽ എല്ലാ ലോകകപ്പുകളിലും, 82 മുതലുള്ള എല്ലാ ലോകകപ്പുകളിലും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് ബ്രസീൽ നോക്കൗട്ടിലേക്ക് കടന്നിട്ടുള്ളത്. അതായത് ഗ്രൂപ്പിൽ ഒന്നാമതായിട്ട്, ഗ്രൂപ്പ് ഘട്ടത്തിലെ കളികളിൽ കളിച്ച് മറ്റ് ടീമുകളെക്കാൾ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് ഒന്നാമതായിട്ടാണ് നോക്കൗട്ടിലേക്ക് പോയിട്ടുള്ളത് എന്നതാണ്. ഇങ്ങനെ വളരെ രസകരമായ ചില റെക്കോർഡുകൾ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് ഇത്തവണയും പാലിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ഭയങ്കര രസകരമായ ഒരു വസ്തുതയാണ്.